എൻ്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. 2 ടൂറ്, ഒരു സെൻഡ് ഓഫ്, 10ലെ റിസൾട്ട് എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടയുന്ന A+ ട്രെൻഡ് ഈ നാട്ടിൽ നിന്ന് മുറിച്ച് മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആവില്ല. 10ലെ റിസൾട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചു. നാട്ടുകാർ, കുടുംബക്കാർ, കുടുംബശ്രീ ചേച്ചിമാർ, അവർ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാനുണ്ട്. ഇത് ആദമലി MN, എൻ്റെ ബ്രദറാണ്. നാട്ടിലെ മെയിൻ ആണ്. കുടുംബക്കാർക്ക് ഇപ്പം മതി. 10ല് ഫുൾ A+ ഉണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, കണ്ടില്ലേ, കുറേ പേര് ട്രോഫി കൊടുത്തിട്ടുണ്ട്. ഇത് അദീന MN, എൻ്റെ സിസ്റ്ററാണ്. ഇവക്കും 10ല് ഫുൾ A+ ഉണ്ടായിരുന്നു. ഈ കള്ളി എന്തിനും ഒഴിച്ചിട്ടേക്കണമെന്ന് അറിയും. ഈ വർഷം എൻ്റെ 10ലെ റിസൾട്ട് എനിക്കും ഫുൾ A+ കിട്ടും. അതിനുവേണ്ടി ഞാൻ ഒഴിച്ചിട്ടേക്കണതാണ് ഈ കളി. ബോയ്സ് ആൻഡ് ഗേൾസ്, ഇൻട്രൊഡ്യൂസിങ് യു SSLC. Stress starts, life changes. അയ്യോ മോനെ, അത് പറ്റി നിന്റെ ഒപ്പം കളിച്ചിരുന്നവരൊക്കെ ഉള്ള പ്രശ്നമല്ല, നിനക്ക് മാത്രം പറ്റി. നിന്റെ ആർക്ക് പോയി, നിന്റെ കുടുംബത്തിന് പോയി. അല്ലെങ്കിൽ എല്ലാ ദിവസം ബാഗൊക്കെ തൂക്കി പിടിച്ച് പോകണ്ടായിരുന്നില്ല. മോൻ പഠിക്കാൻ തന്നെയല്ലേ പോയത്. എന്താടാ ഒന്നുമില്ല, എന്ത് പറ്റി? റിസൾട്ട് എത്ര A+ ഉണ്ട്? ഒരെണ്ണോ? പുറത്തേക്ക് വിട്ടെന്നാല അവന്മാരൊക്കെ ഉണ്ട്. പോവാം. ഉമ്മി പോയിട്ട് വരാട്ടാ. മനസ്സിലൊക്കെ എങ്ങനെ ഉണ്ടോ മാർക്ക്? അൻസല്ലൊക്കെ ഫുൾ A+ ആണ്. നീ ഇങ്ങനെ നടന്നോ? കൊഴപ്പില്ലടാ, അത് വീട് പോട്ടെ. ആകെയുള്ളത് ഒരു A+. അതാണ് ഐടിക്ക് കുഴപ്പമില്ല. അതില് സീനൊന്നുമില്ല. നീ 10ലാണെന്ന് ആർക്കും അറിയാനൊന്നും പാടില്ലല്ലോ. വന്ന് തോറ്റ് ശരിയാട്ടാ. ഞാൻ 10 ഒരു കുഞ്ഞു ജംഗ്ഷനിലൊക്കെ ആൾക്കാരൊക്കെ ഉള്ളതാണ്. നീ ഇപ്പൊ റിസൾട്ട് വന്നാലും എന്നോട് പറയാൻ നിൽക്കണ്ട. അതിന് നമ്മുടെ കൂട്ടത്തിൽ ആരും 10ലില്ലല്ലോ. അത് ശരിയാണല്ലേ. അത് ഈ 10ലല്ലേ? ജംഗ്ഷനിലൊക്കെ ആൾക്കാരൊക്കെ ഉള്ളതാണ്. നീ ഇപ്പൊ റിസൾട്ട് വന്നാലും എന്നോട് പറയാൻ നിൽക്കണ്ട. ഇവൻ 10ലാണ്. സാരമില്ലടാ, ദൈവം എല്ലാവർക്കും ബുദ്ധി ബോധം കൊടുക്കണമെന്നില്ല. നീ എന്നെ കക്ക വരാൻ വാ, വേണമെങ്കിൽ അതിന് ഫുൾ A+ ഞാൻ കാട്ടി നിനക്ക്. എല്ലാവർക്കും വല്ല A+ ഒക്കെ ഉണ്ടാ. എടാ, നിന്റെ വീട്ടില് കാകുത്താത്തൊക്കെ നിക്കാ ഉണ്ടാവൂലേ? ഇല്ല, ഫുൾ A+ ഇല്ല എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവന്മാരെ ഇറച്ചിയാക്കി എന്നെ വിട്ടു വെട്ടി തിന്നോളാം. അതേ, നീ ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കല്ലേ. ഇല്ലടാ, ഞാൻ ജംഗ്ഷനിൽ നിന്ന് തൊലിയടിക്കാൻ വന്നതല്ല. എന്ത് പറ്റാ റിസൾട്ട് ഒന്നുമില്ലേ? ഞാനും പൊട്ടി ഞാൻ പൊട്ടിയിട്ടൊന്നുമില്ലേ? നീ ഒന്നീ ചെയ്താക്ക് അതിലും എന്റെ വിഷമം മാത്രം. നമുക്ക് വിളിച്ചിട്ട് എല്ലാവരും മോശത്തേ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവനായിട്ടൊന്ന് ജംഗ്ഷൻ വരെയും പോയിട്ട് വരാട്ടാ. ഒരു ദിവസം ഒരു ഇറച്ചി പോലെ. അങ്ങനെ ജോർജ് കുട്ടി തൃശ്ശത്തി കാത്തിരുന്ന പോലെ ഞാനും 1 വർഷം കാത്തിരുന്നു. അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്തി. ബിലാലിന്റെ SSLC റിസൾട്ടിന്റെ ദിവസം. റിസൾട്ട് വന്നു. ബിലാൽ തോറ്റു. ഒന്നും നോക്കില്ല, നേരെ അങ്ങോട്ട് പോയി. നീ 10ലല്ലേ? എന്തിയം വന്നിട്ടല്ലോ റിസൾട്ട്? ആര് 10ല്? ഞാൻ 10ലല്ല. ഞാൻ 10ലാണ്. എന്റെ ഫ്ലെക്സ് അവിടെ വന്നേനെ. ഞാൻ പഠിക്കൂല. പഠിച്ചത് അധികം മെമ്മറൈസ് ആണ് ഇരിക്കും. എന്താ പള്ളി പോവാ? എടാ, ഞാനൊരു പ്രാവശ്യം സർവീസ് തിരിച്ചാണ്. ഈ പള്ളി കയറാം. ഈ പള്ളിയല്ല, മറ്റേ പള്ളി പോവാ. ആ പള്ളിയിലാകുമ്പോ ആൾക്കാർ കുറവായിരിക്കും. നിന്റെ റിസൾട്ടൊക്കെ വന്നാലേ. ബിലാലെ, ഇന്നല്ലേ 10ലെ റിസൾട്ട് ഉണ്ട്? നമ്മുടെ ഒപ്പം പഠിച്ചാലും 10ലല്ലേ? അല്ലടാ, നീ 10ലല്ലേ? ഞാൻ 10ലായിരുന്നു. എന്റെ ഫ്ലെക്സ് അവിടെ വന്നേനെ. ഞാൻ പഠിക്കും, പഠിക്കൂല.